ഹായ് ഓൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. വഴി മാറി സഞ്ചരിക്കുന്ന ഹാൻഡ് ബാഗുകൾ എന്ന തലക്കെട്ടോടുകൂടിയാണ് നൽകിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ചെക്ക് ഇൻ ചെയ്യുന്ന ബാഗിനോടൊപ്പം തന്നെ നമ്മുടെ ഹാൻഡ് ബാഗുകളും പൂൾ ചെയ്ത് വിടുന്ന ഒരു പ്രോസസ്സാണ്. അത് പാസഞ്ചർ നിർദ്ദേശപ്രകാരമല്ല, എയർലൈൻ മുൻകൈ എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ്. ഒരു പാസഞ്ചർക്ക് ഒരു ഹാൻഡ് ബാഗ് എന്നൊരു പോളിസി നിലവിലുള്ളപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യം വന്നു. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അതിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു നിയമം പ്രാബല്യത്തിൽ വരാൻ കാരണം എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു എമർജൻസി ലാൻഡിങ് വന്നാൽ ഫ്ലൈറ്റിനകത്തു നിന്നും ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് പാസഞ്ചർ പുറത്തെത്തുക എന്നുള്ളത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇമിഗ്രേഷന് ശേഷം വരുന്ന സെക്യൂരിറ്റി ചെക്കിംഗ് ടൈമിലും CSFന് വളരെ ഫലപ്രദമായ രീതിയിൽ സെക്യൂരിറ്റി സ്കാനിങ് ചെയ്യുന്നതിനും അവിടുത്തെ റഷ് ഒഴിവാക്കുന്നതിനും ആ പ്രോസസ്സ് ഉപകാരപ്രദമാണ്. അതുപോലെ തന്നെ ക്യാബിനിലെ സ്പേസിനും അത് വളരെ ഉപകാരമാണ്. എന്നിരുന്നാൽ പോലും എയർ ഇന്ത്യ എക്സ്പ്രസ് പോലുള്ള വിമാനങ്ങളിൽ ഫുൾ ഫ്ലൈറ്റ് അല്ല എന്നിരുന്നാൽ പോലും ഒരു നിശ്ചിത കൗണ്ടിന് മുകളിലായിട്ട് പാസഞ്ചർ ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ബാഗുകൾ കൗണ്ടറിൽ നിന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ ഹാൻഡ് ബാഗുകൾ ചെക്ക് ഇൻ ബാഗിനോടൊപ്പം എടുക്കും. അതുപോലെ തന്നെ ശ്രീലങ്കൻ എയർലൈൻസ് ഫുൾ ഫ്ലൈറ്റ് ആണെങ്കിൽ ചെയ്യും. മാൽദീവൻ എയർലൈൻസിൽ ചെറിയ വിമാനങ്ങൾ -8 ATR പോലുള്ള വിമാനങ്ങളിലും ഇപ്പോഴും ഈ പ്രോസസ്സ് തുടരുന്നുണ്ട്. ഇതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഫ്ലൈറ്റിനകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ക്യാബിനിലായിരിക്കും ഹാൻഡ് ബാഗുകൾ എല്ലാം തന്നെ സൂക്ഷിക്കുക. അവിടെ സ്പേസ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവുക എന്നത് പിന്നീട് കാർഗോ ഹോൾഡിലേക്ക്, അതായത് ചെക്ക് ഇൻ ചെയ്യുന്ന ബാഗ് എവിടേക്കാണ് പോവേണ്ടത് അവിടേക്ക് കൊണ്ടുപോയി ബാഗ് എത്തിക്കേണ്ട ഒരു സാഹചര്യം വരും. അത് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മുൻകൂട്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ചെക്ക് ഇൻ ബാഗ് അല്ലാത്തൊരു ബാഗ്, അതായത് നമ്മുടെ ഹാൻഡ് ബാഗ് ചെക്ക് ഇൻ ബാഗ് പോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തിൽ ചെക്ക് ഇൻ ബാഗിൽ അലൗഡ് അല്ലാത്ത റെസ്ട്രിക്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ ചെക്ക് ഇൻ ബാഗിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് വിമാനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാവരുടെയും സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ എമർജൻസി ഡോക്യുമെന്റ്സ്, ഓർണമെന്റ്സ്, ലൈഫ് സേവിംഗ് എമർജൻസി മെഡിസിൻസ്, യാത്രയിലുടനീളം ആവശ്യമായി വരുന്ന എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസോ ഡോക്യുമെന്റ്സോ ഓർണമെന്റ്സ്, ആഭരണങ്ങളോ ഒന്നും തന്നെ ആ ബാഗിലില്ല എന്നുള്ളതും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്.